So good morning everyone. ഇന്ന് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എക്സാമിനുള്ളൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോ അത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ ഒരു പിക്ചറിൽ നമുക്ക് കാണാം, ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇരുന്ന് നമ്മുടെ പോയം ഡിസ്കസ് ചെയ്യുന്ന ഒരു പിക്ചറാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ എന്താണ് നമ്മുടെ ടാസ്ക് എന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന യു ഹാവ് ടു സ്റ്റഡി ദ പിക്ചർ ബിലോ. അപ്പൊ ആദ്യം നമുക്ക് താഴെ കാണുന്ന പിക്ചർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് യു ഹാവ് ടു ഹെൽപ്പ് ജോസ് പ്രസന്റ് ബിഫോർ ദി ക്ലാസ് വാട്ട് ഈച്ച് ഓഫ് ഹിസ് ഫ്രണ്ട്സ് തോട്ട് അബൌട്ട് ദി ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഇൻ ദി പോയം. അപ്പോൾ നമ്മുടെ ജോസിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ജോസിനിപ്പോ you have to help him to present before the class what each of his friends thought about the different characters in the poem. അപ്പോൾ നമ്മുടെ പോയം നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയോണിൽ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് ജോസിൻ്റെ ഓരോ ഫ്രണ്ട്സ് ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് അവരുടെ അഭിപ്രായം എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എഴുതണം. ഓക്കെ, അതിന് നമ്മൾ ജോസിനെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ യു മേ ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ദി ഹെൽപ്പ് ബോക്സ് ഗിവൺ ബിലോ. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഷ്യാം പറയുന്നത് ഫാമേഴ്സിനെ പറ്റിയിട്ടാണ്. ഹി സെയിങ് ദാറ്റ് ദ ഫാമേഴ്സ് ആർ സൂപ്പർസ്റ്റീഷ്യസ്. ഫാമേഴ്സ് ആർ സൂപ്പർസ്റ്റീഷ്യസ് എന്നാണ് ഷ്യാം പറയുന്നത്. റിയ സെയ്സ് ദാറ്റ് ദി മദർ ഇസ് എ സിമ്പിൾ ഓഫ് സെൽഫ്ലെസ് ലവ്. മദർ ഒരു സെൽഫ്ലെസ് ലവിന്റെ സിമ്പിൾ ആണെന്നാണ് റിയ പറയുന്നത്. Then Anne says that the father is a rational man. Anne പറയുന്നത് ഫാദർ ഒരു rational man ആണ്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ അപ്പൊ ഷ്യാമിന്റെയും റിയയുടെയും ആന്റെ അഭിപ്രായങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് താഴെ നമുക്കൊരു ഹെൽപ്പ് ബോക്സ് തന്നിട്ടുണ്ട്. ഈ ഹെൽപ്പ് ബോക്സിൽ നിന്ന് നമുക്ക് അതിന് വേണ്ടുന്ന സെന്റൻസസ് എടുക്കാം. അപ്പൊ നമ്മൾ ഈ സെന്റൻസസ് എടുക്കുമ്പോഴത്തേക്കും ശരിക്കും അത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എങ്ങനെയാണ് കൺവേർഷനിൽ നമ്മൾ ഒരു നോർമൽ കോൺവെർസേഷൻ നമ്മളൊരു റിപ്പോർട്ടിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഇനി പഠിക്കും. അപ്പോൾ ഇപ്പൊ തൽക്കാലം നമ്മൾ അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോ ഐ ആസ് മൈ ഫ്രണ്ട്സ്, അപ്പൊ ജോസ് ആണ് കേട്ടോ പറയുന്നത്. ഐ ആസ് മൈ ഫ്രണ്ട്സ്, എന്താണ് ജോസ് ചോദിച്ചത് നമുക്ക് ഇവിടെ നമുക്ക് കാണാലോ. വാട്ട് ഡു യു തിങ്ക് ഓഫ് ദി ക്യാരക്ടേഴ്സ് ഇൻ ദി പോയം എന്നാണ് ജോസിന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഐ ആസ് മൈ ഫ്രണ്ട്സ് എങ്ങനെയാണ്? വാട്ട് ദേ തോട്ട് അബൌട്ട് ഈച്ച് ക്യാരക്ടർ ഇൻ ദി പോയം. വാട്ട് ദേ തോട്ട് അബൌട്ട് ഈച്ച് ക്യാരക്ടർ ഇൻ ദി പോയം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ട്, അപ്പൊ ഐ ആസ് മൈ ഫ്രണ്ട്സ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ they thought about each character in the poem എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ what do you think, ഇവിടെ what do you എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ആ ഒരു ഭാഗത്ത് നമ്മളിവിടെ they എന്ന് what they thought, do you think ഇവിടെ നമ്മൾ they thought ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. Then Shyam said that, Shyam എന്താ പറയുന്നത്? The farmers are superstitious എന്നാണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ എങ്ങനെ ഇവിടെ പറയുന്നത്? Shyam said that the farmers were superstitious. ഷ്യാം എങ്ങനെയാണ് ഇവിടെ ഒരു സെന്റൻസ് നോക്കി കോൺവെർസേഷനിൽ എങ്ങനെയാ വരുന്നത്? ദി ഫാമേഴ്സ് ആർ സൂപ്പർസ്റ്റീഷ്യസ് എന്നാണ് നോർമൽ കോൺവെർസേഷനിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ചേഞ്ച് എന്താണ്? ദി
ഫാമേഴ്സ് വേർ. ആർ എന്നുള്ളത് ഇവിടെ വേർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പഠിക്കാനുള്ളത് എങ്ങനെയാ കൺവേർഷന്റെ കുറച്ച് റൂൾസ് ഒക്കെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ദി ഫാമേഴ്സ് വേ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ റിയ ടോൾഡ് അസ്. അപ്പൊ റിയ എന്താണ് പറയുന്നത്? ദി മദർ ഇസ് എ സിമ്പിൾ ഓഫ് സെൽഫ്ലെസ് ലവ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന റിയ ടോൾഡ് അസ് ദാറ്റ്. അപ്പൊ എപ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ദാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റിയ ടോൾഡ് അസ് ദാറ്റ് ദി മദർ വാസ് എ സിമ്പിൾ. നേരത്തെ ഇവിടെ പിക്ചറിൽ ഇസ് എ സിമ്പിൾ ഓഫ് സെൽഫ്ലെസ് ലവ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇസ് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ വാസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ റിയ told us that the mother was a symbol of selfless love. അപ്പൊ അത് രണ്ടുമാണ് നമ്മൾ ഇവിടെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് വരുമ്പോൾ ഉള്ള വ്യത്യാസം, ദാറ്റും വാസും. പിന്നെ ആൻഡ് ഫെൽറ്റ് ദാറ്റ്. അപ്പൊ എന്താണ്? ആൻഡ് ഫെൽറ്റ് ദാറ്റ് ദി ഫാദർ ഇസ് എ റാഷണൽ മാൻ. അപ്പോൾ ഫാദർ വാസ് എ റാഷണൽ മാൻ. അപ്പൊ ഇവിടെ ഈ കോൺവെർസേഷനിൽ ആൻ പറയുന്നത് ദി ഫാദർ ഇസ് എ റാഷണൽ മാൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്? ആൻഡ് felt that. അപ്പൊ ഇവിടെ ഒരു ദാറ്റ് വരും. ആൻഡ് felt that the father was a rational man. ഇവിടെ is എന്നുള്ളത് was ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ആൻഡ് felt that ഇവിടെ the father was a rational man. Okay, and felt that the father was a rational man. അപ്പൊ ഇതാണ് നമ്മൾ പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന റിപ്പോർട്ടഡ് സ്പീച്ചിൽ നോട്ടീസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ദാറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇസ് എന്നുള്ളത് വാസ് ആവുന്നുണ്ട്, ആർ എന്നുള്ളത് വേർ ആവുന്നുണ്ട് അല്ലേ. അതിൻ്റെ അടുത്ത ടെൻസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത ടെൻസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോണ്ട് വെറി, നമുക്ക് അത് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് കുറച്ച് എക്സസൈസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. യു ഹാവ് ടു പിക്ക് ഔട്ട് ഫ്രം ദി ഓപ്ഷൻ ഗിവൻ ബിലോ ദി കറക്റ്റ് വേ ടു റിപ്പോർട്ട് വാട്ട് ഈച്ച് ഓഫ് ദീസ് ക്യാരക്ടേഴ്സ് സേ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് താഴെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ കറക്റ്റ് വേ ഏതാണെന്നുള്ള കുറെ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പൊ ആ ഓപ്ഷൻസിൽ കറക്റ്റ് ആയിട്ടുള്ള സാധനം ചൂസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഇതാണ്: ദ സൺ സെഡ് ഐ റിമെമ്പർ ദി നൈറ്റ് മൈ മദർ വാസ് സ്റ്റങ് ബൈ എ സ്കോർപിയോൺ. അപ്പൊ ഇത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ഈ ഒരു സെന്റൻസ് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നാണ്, കറക്റ്റ് ആയിട്ട് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ദ സൺ സെഡ് that, അപ്പൊ ഇവിടെ that ചേർത്തിട്ടുണ്ട്. Sun said that I remember the night my mother was stung by a scorpion. അപ്പൊ ഇവിടെ മൈല് കൺവേർഷൻ വരണില്ല അല്ലെ. അപ്പൊ ഹി എന്നുള്ളത് ഹിസ് ആവും. അങ്ങനെ കുറച്ച് ചേഞ്ചസ് അല്ലാതെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരാറുണ്ട്. അപ്പൊ നമുക്ക് അടുത്തത് ഓപ്ഷനും കൂടെ നോക്കാം. ദി സൺ സെഡ് he remembered the night my mother was stung by a scorpion. അപ്പൊ ഇവിടെ that വരുന്നില്ല. അപ്പൊ again നമുക്ക് acceptable ആയിട്ടുള്ള സെന്റൻസ് അല്ല. മൂന്നാമത്തെ നോക്കാം. The son said that. അപ്പൊ ഇവിടെ that വരുന്നുണ്ട്. He remembered. ഇവിടെ I എന്നുള്ളത് ഇവിടെ he ആയിട്ടാണ് മാറുന്നത്. He remembered the night. Remember എന്നുള്ളത് ഇവിടെ അടുത്ത ടെൻസിലേക്ക് മാറുകയാണ്. അപ്പൊ ഇവിടെ റിമെമ്പേർഡ് ദി നൈറ്റ് ഹിസ് മദർ. ഇപ്പൊ മൈ എന്നുള്ളത് എഗെയിൻ ഇവിടെ ഹിസ് ആയിട്ട് മാറുന്നുണ്ട്. ഹിസ് മദർ വാസ് സ്റ്റങ് ബൈ എ സ്കോർപിയോൺ. സോ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. സോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഇത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് പഠിച്ചാൽ നമ്മൾ ഓക്കെ ആവും. Okay, so next sentence: the farmer said to the mother, the sins of your previous birth will be burnt away tonight.
അപ്പോൾ the farmer said to the mother, the sins of your previous birth will be burned away tonight. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് that ഉപയോഗിക്കണം അല്ലെ. നോക്കാം. The farmer said to the mother that the farmer said to the mother that, okay, that ഉണ്ട്. The sins of your previous birth, the sins of your previous birth will എന്നുള്ള would ആവുന്നുണ്ട്. would be burnt away tonight. your previous birth. അപ്പോൾ ഇവിടെ your തന്നെയാണ് കിടക്കുന്നത്. your previous birth ഇവിടെ your തന്നെയാണ് കിടക്കുന്നത്. കണ്ടോ? sins of your previous birth ഇവിടെ അതിൽ ചേഞ്ച് വന്നിട്ടില്ല. Then the farmer said to the mother that the sins of her. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. her വരുന്നുണ്ട്. mother that the sins of her previous birth would be burnt away that night. അപ്പോൾ ഇവിടെ tonight എന്നുള്ളത് ഇവിടെ that night ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. The farmer said to the mother that the sins of a previous birth would be burnt away that night. അപ്പോൾ tonight എന്നുള്ളത് ഇവിടെ കൺവേർഷൻ വന്നിട്ടുള്ളത് that night ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ that യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ that ആണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ് your എന്നുള്ളത് her ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ tonight എന്നുള്ളത് that night ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതില് വലിയ തെറ്റല്ല, തെറ്റില്ലാത്തൊരു കൺവേർഷൻ ആണ് ഈ ബി ഓപ്ഷൻ വന്നേക്കുന്നത്. അപ്പോൾ അടുത്ത സെന്റൻസും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ the farmer said to the mother that the sins of her previous birth would be burnt away tonight. അപ്പൊ ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നേക്കുന്നത്, ഇവിടെ tonight കൺവേർട്ട് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ that night എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കറക്റ്റ് ആയേനെ. പക്ഷെ tonight കൺവേർഷൻ വരാത്തതുകൊണ്ട് നമുക്ക് ഈ സെന്റൻസ് അക്സെപ്റ്റബിൾ അല്ല. അപ്പൊ നമുക്ക് ബി ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. Now next one. The farmers asked, where is the scorpion? The farmers asked, where is the scorpion? അപ്പോൾ farmers ചോദിക്കുകയാണ് എവിടെയാണ് സ്കോർപ്പിയോൺ എന്ന്. അപ്പോൾ നമുക്കത് എന്താ പറയാൻ പറ്റുന്നത്? The father said to the mother that the farmers asked where the scorpion was. The farmers asked where the scorpion was. അപ്പോൾ ഇവിടെ asked ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. where the scorpion was. അപ്പോൾ ഇവിടെ is എന്നുള്ളത് where is the scorpion, ഇവിടെ is എന്നുള്ളത് ഇവിടെ was ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഓക്കെ, was ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. So this seems to be a right option. ബാക്കി ഓപ്ഷനും കൂടെ നോക്കാം. The farmers asked that where the scorpion was. അപ്പൊ ഇവിടെ ആസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ again ഒരു ദാറ്റിന്റെ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. The farmers asked where the scorpion was എന്ന് പറഞ്ഞാൽ മതി. പിന്നെ the farmers asked where was the scorpion. അപ്പൊ again ഇത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയിട്ട് സൗണ്ട് ചെയ്യുന്നില്ല. സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. The farmers asked where the scorpion was. So അതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. Then next one. The father said to the mother, please lie still. The father said to the mother, please lie still. അപ്പോൾ ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. The father said to the mother that please lie still. Said to the mother that please lie still. Again, that's not grammatically correct. The father requested the mother to lie still. അടുത്ത ഓപ്ഷൻ, the father requested the mother to please lie still. അപ്പോൾ ഇതാണ് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ബിക്കോസ് ഫസ്റ്റ് വൺ ഇസ് നോട്ട് റൈറ്റ് ബിക്കോസ് ദി ഫാദർ സെഡ് ടു ദി മദർ ദാറ്റ് എന്ന് വീണ്ടും പറയേണ്ട കാര്യമില്ല. പ്ലീസ് ലൈ സ്റ്റിൽ.
അത് grammatically correct അല്ല. Next one, the father requested the mother to lie still. അപ്പൊ ഇവിടെ സെഡ് എന്നുള്ളത് നമ്മൾ റിക്വസ്റ്റ് ആക്കി മാറ്റാണ് അല്ലെ. അപ്പൊ ഇവിടെ പ്ലീസ് ലൈ സ്റ്റിൽ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊരു റിക്വസ്റ്റ് ആണ്. അപ്പൊ അത് നമ്മളിവിടെ ദി ഫാദർ റിക്വസ്റ്റഡ് ദി മദർ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ദി ഫാദർ റിക്വസ്റ്റഡ് ദി മദർ ടു ലൈ സ്റ്റിൽ. ഇവിടെ വരുമ്പോഴത്തേക്കും ദി ഫാദർ റിക്വസ്റ്റഡ് ദ മദർ ടു പ്ലീസ് ലൈ സ്റ്റിൽ. ഇപ്പൊ അഗെയിൻ ഇവിടെ ഒരു പ്ലീസ് അഗെയിൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ബി ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ദി ഫാദർ റിക്വസ്റ്റഡ് ദി മദർ ടു ലൈ സ്റ്റിൽ ഇസ് ഇനഫ്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, the father said to the farmers, don't be superstitious. Father farmersനോട് പറഞ്ഞു superstitious ആവരുതെന്ന് father farmersനോട് പറഞ്ഞു. അപ്പോൾ options, the father asked the farmers not to be superstitious. The father said to the farmers that they should not be superstitious. The father said to the farmers, don't be superstitious. അപ്പോൾ ഇവിടെ ഡോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു നോട്ട് എന്ന അർത്ഥമാണ് വരുന്നത് ഡോണ്ടിന്റെ അല്ലെ. ഡോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഡു നോട്ട് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഡു നോട്ട് എന്ന ഒരു സെന്റൻസിൽ വരുമ്പോൾ അത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നോട്ട് ടു എന്നാണ് ആയി മാറുന്നത്. നോട്ട് ടു എന്നാണ് ആയി മാറുന്നത്. അപ്പോൾ ദി ഫാദർ ആസ്ക്ഡ് ദി ഫാമേഴ്സ് not to be superstitious. Second sentence, the father said to the farmers that they should not be സൂപ്പർസ്റ്റിഷ്യസ് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. ബിക്കോസ് സൂപ്പർസ്റ്റിഷ്യസ് ആവരുതെന്ന് പറയുകയാണ്. അപ്പോൾ ദ ഫാദർ ആസ് ദി ഫാമേഴ്സ് നോട്ട് ടു ബി സൂപ്പർസ്റ്റിഷ്യസ്. അപ്പോൾ ഡോണ്ട് എന്ന് പറയുന്നത് എപ്പോഴും റിപ്പോർട്ട് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നോട്ട് ടു എന്നാണ് ആയി മാറുന്നത്. ഓക്കെ, അപ്പോൾ ദി ഫാദർ ആസ് ദി ഫാമേഴ്സ് നോട്ട് ടു ബി സൂപ്പർസ്റ്റിഷ്യസ്, ഇതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ സെന്റൻസ് വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ തേർഡ് സെന്റൻസിൽ വലിയ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഡോണ്ട് അതേപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ദാറ്റ് ഇസ് നോട്ട് റിപ്പോർട്ടഡ് സ്പീച്ച്. ഫാദർ സെഡ് ടു ദി ഫാമേഴ്സ്, ആസ്ഡ് ആണ് നമുക്ക് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ട് തോന്നുന്നത്. ദാറ്റ് ദേ ഷുഡ് നോട്ട് ബി സൂപ്പർസ്റ്റീഷ്യസ്. അതും ഓക്കെയാണ്. നോട്ട് ടു ബി സൂപ്പർസ്റ്റീഷ്യസ് ആണ്. നോട്ട് ടു ബി നോട്ട് ടു ബി ആണ് എപ്പോഴും കറക്റ്റ് ആയിട്ട്. നോട്ട് ടു ആണ് എപ്പോഴും കറക്റ്റ് ആയിട്ട് നമുക്ക് കൺവേർഷനിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഫാദർ സെഡിന് പകരം നമുക്ക് ഇവിടെ ആസ്റ്റ് ആക്കി മാറ്റാൻ ദ ഫാദർ ആസ്റ്റ് ദി ഫാമേഴ്സ് ദാറ്റ് ദേ നോട്ട് ടു ബി സൂപ്പർസ്റ്റീഷ്യസ് എന്ന് തന്നെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ദിസ് ഇസ് നോട്ട് സൗണ്ടിങ് ഗുഡ് അല്ലെ. ദ ഫാദർ സെഡ് ടു ദി ഫാമേഴ്സ് ദാറ്റ് ദേ ഷുഡ് നോട്ട് ബി സൂപ്പർസ്റ്റീഷ്യസ് എന്നുള്ളത് അല്ലെ. നോട്ട് ടു ആണ് എപ്പോഴും നമ്മൾ കൺവേർഷനിൽ വരുന്നത്. Then the mother asked, are my children safe? അപ്പൊ ഇവിടെ ക്ലിയർ ആയിട്ട് ആസ്ഡ് എന്ന് വരുന്നുണ്ട്. അപ്പൊ the mother asked, are my children safe? ഈ ഒരു സെന്റൻസ് എങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ the mother asked, were my children safe? Again this is grammatically incorrect അല്ലെ. asked were my children safe. പിന്നെ next one, the mother asked that if her children were safe. അപ്പോൾ ഇവിടെ that വരുന്നുണ്ട്. The mother asked that if her children were safe. അപ്പോൾ ആറെന്നുള്ള the mother asked that if her children, the mother asked that if her വരുന്നുണ്ട്, her children were safe. The mother asked if her children were safe. അപ്പോൾ ഇതിൽ നമുക്ക് the mother asked if her children were safe അതാണ് കുറച്ചുകൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്നത്. the mother asked if her children were safe.
The mother asked that if her children were safe, അല്ലെങ്കിൽ the mother asked whether her children were safe എന്ന് ചോദിച്ചാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ that if her children were safe ഇതൊരു question ആയതുകൊണ്ട് തന്നെ അത് correct അല്ല. Mother asked if her children were safe. If her children were safe എന്ന് തന്നെയാണ് correct ആയിട്ട് വരുന്നത്. കാരണം ഇതൊരു question ആണല്ലേ. അപ്പോൾ question എപ്പോഴും നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു question നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം അതൊരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റണം. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിന്, അതായത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ സെന്റൻസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യൻ സെന്റൻസിനെ ആദ്യം നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റണം. പിന്നെ ആ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നത്. അപ്പൊ ഇവിടെ ആർ മൈ ചിൽഡ്രൻ സേഫ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ സെന്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റണം. ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുമ്പോൾ എങ്ങനെയാ നമ്മൾ പറയുന്നത്, മൈ ചിൽഡ്രൻ ആർ സേഫ്. മൈ ചിൽഡ്രൻ ആർ സേഫ് എന്ന് പറഞ്ഞൊരു സെന്റൻസ് ആയിട്ട് അത് മാറും. എന്നിട്ട് മൈ ചിൽഡ്രൻ ആർ സേഫ് എന്നുള്ളത് നമ്മളത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഹെർ ചിൽഡ്രൻ വേർ സേഫ്. ഹെർ ചിൽഡ്രൻ വേർ സേഫ് എന്നാണ് വരുന്നത്. അപ്പോൾ the mother asked if her children were safe. The mother asked if her children were safe. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. Ask that if her children, ask that അത് it doesn't sound good. അപ്പോൾ നമുക്ക് ഇവിടെ the mother asked if her children were safe എന്ന് എടുക്കാം. Then given below are the common rules of reported speech. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് reported speech ന്റെ common rules ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. Read them and put a tick mark against those that you have understood well. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കിയിരുന്നല്ലോ, കുറച്ച് സെന്റൻസ് നോക്കിയല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻവേർട്ടഡ് കോമാസ് ആൻഡ് കോമാസ് ആർ റിമൂവ്ഡ്. അപ്പോൾ ഒരു സെന്റൻസിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ സെന്റൻസിലുള്ള ഇൻവേർട്ടഡ് കോമാസിനെയും പിന്നെ അല്ലാതെയുള്ള കോമാസിനെയും നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് അത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. Then the connector that is used to report statements. അപ്പോൾ ഈ ഒരു കണക്ട് ഇഫ് ദാറ്റ് എന്ന് പല സ്ഥലത്തും നമ്മൾ യൂസ് ചെയ്തിരുന്നല്ലോ. അപ്പൊ ഈ ഒരു കണക്ടർ റിപ്പോർട്ടർ സ്പീച്ചിൽ യൂസ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ്സ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിൽ ദാറ്റ് എന്ന കണക്ടർ യൂസ് ചെയ്യുന്നത്. Then the WH question word itself is the connector in WH questions. അപ്പോൾ WH who, what, when, why, where എന്നൊക്കെ WH questions, അതായത് WH തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിൽ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, WH ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് സ്റ്റേറ്റ്മെന്റ് അല്ല, WH ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും, അതായത് വാട്ട്, വെൻ, വൈ, ഹൂ, വെയർ, ഹൗ എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ WH തന്നെയാണ് WH വേർഡ് തന്നെയാണ് അതിൽ കണക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, WH ക്വസ്റ്റ്യൻസിൽ WH വേർഡ് തന്നെയാണ് അതിൻ്റെ കണക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ if whether is used as the connector to report yes or no question. അതായത് yes or no question, yes or no question നമുക്ക് കിട്ടുമ്പോൾ അതിൽ കണക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് if അല്ലെങ്കിൽ whether. ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന വാക്കുകളാണെങ്കിൽ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ കണക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ടു റിപ്പോർട്ട് എ ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് ഫസ്റ്റ് കൺവേർട്ടഡ് ടു എ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന അതിനെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റിയിട്ട് പിന്നെ നമ്മൾ അതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാണ് ചെയ്യുന്നത്. ഇപ്പൊ ആർ മൈ ചിൽഡ്രൻ സേഫ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആക്കുമ്പോൾ എങ്ങനെ, മൈ ചിൽഡ്രൻ ആർ സേഫ് എന്ന് വരും, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്.
പിന്നെ അതിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുമ്പോൾ മൈ എന്നുള്ള ഇവിടെ ഹെർ ആവും, ഹെർ ചിൽഡ്രൻ ആർ എന്നുള്ളത് ഇവിടെ വേർ ആവും. ഹെർ ചിൽഡ്രൻ ആർ വേർ സേഫ് എന്നാവും റിപ്പോർട്ടഡ് സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. Then request, commands, suggestions, advice, ഇംപറേറ്റീവ്സ്, അതായത് ഒരു റിക്വസ്റ്റ് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ കമാൻഡ് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ സജഷൻസ് അല്ലെങ്കിൽ അഡ്വൈസ് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്താ ചെയ്യുന്നത്, റിപ്പോർട്ടഡ് യൂസിങ് ദി കണക്റ്റഡ് ടു. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിന് നമ്മൾ ടു എന്ന കണക്ടറാണ് യൂസ് ചെയ്യുന്നത്. ഒരു റിക്വസ്റ്റ് പറയാനോ, ഒരു കമാൻഡ് റിപ്പോർട്ട് ചെയ്യാനോ, ഒരു സജഷനോ അഡ്വൈസോ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ടു എന്ന കണക്ടറാണ് സ്റ്റേറ്റ്മെന്റ്സിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡു നോട്ട് ബിക്കംസ് നോട്ട് ടു ഇൻ റിപ്പോർട്ട് സ്പീച്ച്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഡു നോട്ട് എന്ന് വരികയാണെങ്കിൽ അത് നോട്ട് ടു ആയിട്ടാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ മാറുന്നത്. Then we change the tense of the reported speech by moving it back one tense. അപ്പോൾ ഒരു റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റിനെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും, ഒരു സ്ഥാനത്തെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ടെൻസിനെ ചേഞ്ച് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ടെൻസ് ബാക്കിലോട്ട് നമ്മൾ അതിനെ എടുത്തു മാറ്റാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ ചെയ്യുന്നത്. For example, the present simple goes back one tense to past simple. അതായത് പ്രസന്റ് സിമ്പിളിൽ പറയുന്ന ഒരു സെന്റൻസ്, പ്രസന്റ് സിമ്പിളിൽ നമുക്ക് തന്നേക്കുന്ന ഒരു സെന്റൻസിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് പാസ്റ്റ് സിമ്പിൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രസന്റ് സിമ്പിൾ എന്നുള്ളത് പാസ്റ്റ് സിമ്പിളിലേക്ക് മാറ്റും. Then the present continuous becomes past continuous. അതേപോലെ തന്നെ പ്രസന്റ് കണ്ടിന്യൂസിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. അതായത് ഒരു ടെൻസ് ചേഞ്ച് ആവും. ദിസ് ഇസ് കോൾഡ് ബാക്ക് ഷിഫ്റ്റിംഗ്. ഇതിനെ നമ്മൾ ബാക്ക് ഷിഫ്റ്റിംഗ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ, ഇസ് എന്നുള്ളത് വാസ് ആവും. ഓക്കെ, ഇസ് എന്നുള്ളത് വാസ് ആവും. ആർ എന്നുള്ളത് വേർ ആവും. പിന്നെ ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്നുള്ളത് ഹാഡ് ആവും. അതായത് ഒരു ടെൻസ് ബാക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. Now the pronouns change according to the context. അതേപോലെ തന്നെ പ്രോനൗൺസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട് നമ്മുടെ പ്രോനൗൺസിലും ചേഞ്ച് വരും. Then words showing nearness in time and space become words showing distance in time and space. ഇപ്പോൾ ഒരു വേർഡിൽ ഒരു നിയർനെസ് ഇൻ ടൈം കാണിക്കുകയാണെങ്കിൽ നമ്മളത് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഷോസ് ഡിസ്റ്റൻസ് ഇൻ ടൈം ആൻഡ് സ്പേസ്. ഫോർ എക്സാമ്പിൾ, ടുനൈറ്റ്. ഇപ്പൊ ഇന്നത്തെ കാര്യം ടുനൈറ്റ് ആണെങ്കിൽ നമ്മളത് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ദാറ്റ് നൈറ്റ്, അന്നത്തെ രാത്രി എന്നായിട്ട് മാറും. ഇപ്പൊ നൗ അപ്പൊ നൗ എന്നുള്ളത് റിപ്പോർട്ട് സ്പീച്ചിൽ വരുമ്പോൾ അത് ദെൻ ആയിട്ട് മാറും. ഓക്കെ, നൗ എന്നുള്ളത് ദെൻ ആയിട്ട് മാറും. ഹിയർ എന്നുള്ളത് there ആയിട്ടും മാറും. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് ടെൻസ് ഒരു ടെൻസ് ബാക്ക് ഷിഫ്റ്റ് ചെയ്ത് ആയിരിക്കും നമുക്ക് എടുക്കുന്നത്. അതായത് പ്രസന്റ് ടെൻസിലുള്ളത് പാസ്റ്റ് ടെൻസിലേക്ക്, സിമ്പിൾ പ്രസന്റ് പാസ്റ്റ് സിമ്പിൾ ആയിട്ട് മാറും. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് എന്നുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. അതേപോലെ ഓരോ ടെൻസും ഒരു ടെൻസ് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുന്നത്. അതേപോലെ ഫോർ എക്സാമ്പിൾ, ഇസ് എന്നുള്ളത് വാസ് ആയിട്ട് മാറും, ആർ എന്നുള്ളത് വേർ ആയിട്ട് മാറും, ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്നുള്ളത് ഹാഡ് ആയിട്ട് മാറും. പിന്നെ പ്രോനൗൺസ് അതനുസരിച്ച് ചേഞ്ച് ചെയ്യും. പിന്നെ ടു നൈറ്റ് എന്നുള്ളത് ദാറ്റ് നൈറ്റ് ആയിട്ട് മാറും, നൗ എന്നുള്ളത് ദെൻ ആയിട്ട് മാറും, ഹിയർ എന്നുള്ളത് ദെയർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ഒരു ചേഞ്ചസ് ഒക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ടെൻസ് അതനുസരിച്ചിട്ടാണോ നമ്മൾ മാറ്റിയേക്കുന്നത്, അതായത് ഇസ് എന്നുള്ളത് വാസ് ആയിട്ട് മാറിയിട്ടുണ്ടോ, ആർ എന്നുള്ളത് വേർ ആയിട്ട് മാറിയിട്ടുണ്ടോ, പിന്നെ അതിന്റെ പ്രോനൗൺസ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ.
ഇപ്പൊ എക്സാമിന് എന്തായാലും വരുന്ന ഒരു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളത് കേട്ടോ. Then complete the following sentences picking up the correct word from the options given. അപ്പോൾ നമുക്ക് കുറച്ച് സെന്റൻസസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്, കുറച്ച് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള വേർഡ് പിക്ക് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. The supervisor said dash the machine had to be repaired. Supervisor said that അല്ലെ, said that the machine had to be repaired. അപ്പൊ that ഉപയോഗിക്കുന്ന എവിടേക്കാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? നമുക്കൊന്ന് ബാക്കിലേക്ക് പോവാം. എന്താണ്? The connector that is used to report statements. അപ്പോൾ statements റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണക്ടർ that യൂസ് ചെയ്യുന്നത്. to എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? to എപ്പോഴാണ്? WH ക്വസ്റ്റ്യൻസിലെ കണക്ടറും WH തന്നെയാണ്. yes or no ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ if ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ to എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ് അല്ലെങ്കിൽ സജഷൻസ് അല്ലെങ്കിൽ അഡ്വൈസിലാണ് നമ്മൾ to യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സെന്റൻസ് സൂപ്പർവൈസർ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കണക്ടർ നമുക്ക് that ആണ് വരുന്നത്. അപ്പോൾ the supervisor said that the machine had to be repaired. The customer dash asked the product could be delivered in 2 days. അപ്പോൾ yes or no ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? yes or no ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിലെ കണക്ടർ ഏതാണ് യൂസ് ചെയ്യുന്നത്? if അല്ലെങ്കിൽ whether ആണ് അല്ലേ? ഇപ്പൊ നമ്മൾ കണ്ടില്ലേ എങ്ങനെയാണ്? if അല്ലെങ്കിൽ whether, if or whether is used as the connector to report yes or no questions. അപ്പോൾ ഇവിടെ നമ്മൾ the customer asked if, ഇപ്പൊ yes or no question ആയതുകൊണ്ട് ഇവിടെ if ആണ് വരുന്നത്. if the customer asked if the product could be delivered in 2 days. ഇവിടെ asked ഇവിടെ വരേണ്ടതാട്ടോ. ഈ asked ഇപ്പുറത്ത് വരേണ്ടത്. ഇതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. the customer asked if the product could be delivered in 2 days എന്നാണ് വരേണ്ടത്. then the manager asked me dash I had checked the ball bearing unit. the manager asked me if അല്ലേ? yes or no ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ yes or no ക്വസ്റ്റ്യനിൽ നമ്മൾ if അല്ലെങ്കിൽ whether യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ the manager asked me if I had checked the ball bearing unit. then I advised the customer dash applying the lubricant once in a week. I advised the customer to apply the lubricant once a week. അപ്പോൾ to എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അഡ്വൈസ് വരുമ്പോൾ എന്താ വരേണ്ടത്? റിക്വസ്റ്റ്, കമാൻഡ്, സജഷൻസ്, അഡ്വൈസ് വരുമ്പോൾ കണക്ടർ to ആണ് അല്ലേ? അപ്പോൾ I advise the customer to apply the lubricant once in a week. then the mechanic asked the customer dash he had brought the car to the workshop. the mechanic asked the customer if അല്ലേ? അപ്പോൾ yes or no question ആണ് വരുന്നത്. the mechanic asked the customer if he had brought the car to the workshop. കാർ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നോ? yes ആണോ no ആണോ എന്നാണ് ഉത്തരം വരേണ്ടത്. അപ്പോൾ ഇവിടെ yes or no question ആയതുകൊണ്ട് ഇവിടെ if ആണ് വരേണ്ടത്. then the instructor advised us dash leave running machine unattended. the instructor advised us. അപ്പോൾ ഇവിടെ advised ആണ്. അപ്പോൾ ഇവിടെ എന്താ? the instructor advised us to ആണ് വരേണ്ടത് അല്ലേ? advised us not to leave the running machinery unattended. then അപ്പോൾ അത് അത്രയും ക്ലിയർ ആയില്ലേ? ഇപ്പോൾ കണക്ടേഴ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ yes or no ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും if അല്ലെങ്കിൽ whether ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ നമ്മൾ that ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ
പിന്നെ WH questions വരുമ്പോൾ WH words തന്നെയാണ് connect ആയിട്ട് വരുന്നത്. പിന്നെ request, commands, advice ഒക്കെ വരുമ്പോൾ നമ്മൾ to ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കാം കേട്ടോ. Then report the following sentences correctly using the right option from the brackets. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ്സിൽ കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ the town planner said the place is suitable to build the shopping complex. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ടൗൺ പ്ലാനർ said the place is suitable to build the shopping complex. അപ്പോൾ ഇത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ the town planner said that the place, അപ്പോൾ place is ആണ് ഇവിടെ വരുന്നത് അല്ലേ, അപ്പോൾ ഇവിടെ ഷിഫ്റ്റ് ആണ് വരുന്നത് അല്ലേ, ഇതിപ്പോൾ is എന്നുള്ളത് was ആവും. The place was suitable to build the shopping complex. Okay, simple അല്ലേ. Then the electrician said the resistor has to be changed. The electrician said the resistor has to be changed. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആണ് the electrician said that. അപ്പോൾ ഇവിടെ that വരുന്നുണ്ട് കണക്ടർ. Electrician said that the resistor ഇവിടെ has ആണല്ലേ, has to be changed. hasഉം haveഉം എന്താ had ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. The electrician said that the resistor had to be changed. Okay. Now, I asked the customer, can you come tomorrow? അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. I asked the customer, can you come tomorrow? അപ്പോൾ നിനക്ക് വരാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. അപ്പോൾ yes or no question ആണ്. അപ്പോൾ I asked the customer, yes or no questionൽ നമ്മൾ if ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. If he, can എന്നുള്ളത് ഇവിടെ can എന്നുള്ളത് എന്താവും, could ആവും അല്ലേ. I asked the customer if he could come tomorrow എന്നുള്ളത് എന്താണ്, എന്തായിട്ട് മാറും. I asked the customer if he could come, എന്താണ്, ഒന്ന് ചിന്തിച്ചേ. If he could come the next day അല്ലേ, if he could come the next day അല്ലേ. I asked the customer. അപ്പോൾ ക്വസ്റ്റ്യൻ yes or no question ആണ്. yes or no ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ if വരുന്നുണ്ട്. പിന്നെ ഇവിടെ can എന്നുള്ളത് ഇവിടെ നമ്മൾ could ആയിട്ട് മാറ്റുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ if he could come tomorrow. tomorrow എന്നുള്ളത് എങ്ങനെയാണ്, the next day ആയിട്ട് മാറാണ് ചെയ്യുന്നത്. I asked the customer if he could come the next day. Then Manoj said to Ram, I am going to the workshop now. Manoj said to Ram, I am going to the workshop now. But Manoj said to Ram that I am going to the workshop എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മനോജ് സെറ്റ് ടു റാം. അപ്പോൾ മനോജ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഹി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഐ എന്നുള്ളത് ഹി ആയിട്ട് കൺവേർട്ട് ചെയ്യണം നമ്മൾ. I am going to workshop tomorrow. അപ്പോൾ ഐ എന്നുള്ളത് ഹി ആവും. മനോജ് സെറ്റ് ടു റാം that I am going to the workshop tomorrow. That he, ഇവിടെ am going, Manoj said to Ram that he was going to the workshop now. Now എന്നുള്ളത് നമ്മൾ എന്തായിട്ടാ മാറുന്നത്, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നല്ലോ. നവ് എന്നുള്ളത് then ആയിട്ട് മാറും അല്ലെ. tonight എന്നുള്ളത് that, here എന്നുള്ളത് there, നവ് എന്നുള്ളത് then ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ഇവിടെ ജസ്റ്റ് തിങ്ക് ഓവർ, കുറച്ച് ഞാൻ ഈ സമയം തന്നെ നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മനോജ് സെറ്റ് ടു റാം that he
was going to the workshop then. Manu said to Ram that he was going to the workshop then. അല്ലേ? പിന്നെ the mechanic asked Vaishak, how can I reach your home? അപ്പം mechanic asked Vaishak, how can I reach your home? അപ്പം the mechanic asked Vaishak, how can എന്നുള്ളത് could ആവും അല്ലേ? how he could അല്ലേ? how he could reach his my എന്നുള്ളത് his ആവും. my എന്നുള്ളത് his ആവും അല്ലേ? sorry I could reach your എന്നുള്ളത് his ആവും. അപ്പോൾ mechanic asked Vaishak how he could reach his home. Then Hari asked the client, when should I come to check your refrigerator? So Hari asked the client, when should I come to check your refrigerator? So Hari asked the client when he should come to check your എന്നുള്ളത് എന്തായിട്ട് മാറും? his ആയിട്ട് മാറും അല്ലേ? your എന്നുള്ളത് ഇവിടെ his ആയിട്ട് മാറും. Hari asked the client when he should come to check his refrigerator. Okay. Now, read the conversation between Manu and his friends regarding planner machines. അപ്പോൾ മനുവിൻ്റെ ഫ്രണ്ടും ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് വായിക്കാനായിട്ടാണ് പറയുന്നത്. സോ മനു സേസ് സർ വാട്ട് ഇസ് എ പ്ലാനർ മെഷീൻ? അപ്പോൾ മനു ചോദിക്കുകയാണ് എന്താണ് പ്ലാനർ മെഷീൻ? ഇൻസ്ട്രക്ടർ പറയാണ് ഇറ്റ് ഇസ് എ മെഷീൻ യൂസ് ടു ക്രിയേറ്റ് ഫ്ലാറ്റ് സർഫസസ് ഓർ ഹെവി ഒബ്ജക്റ്റ്. ഒരു പ്ലാനർ മെഷീൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് സർഫസോ ഹെവി ഒബ്ജക്റ്റോ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് പ്ലാനർ മെഷീൻ. അപ്പോൾ മനു പറയും ഇസ് ഇറ്റ് ലൈക്ക് എ ഷേപ്പർ? അപ്പോൾ ഷേപ്പറിനെ പോലെയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ടർ പറയും ഇറ്റ് ഈസ് ബട്ട് ലാർജ് ഇൻ സൈസ്. ഷേപ്പറിനെ പോലെ തന്നെയാണ്, പക്ഷെ അത് കുറച്ചുകൂടെ വലുതാണ്. മനു വീണ്ടും ചോദിക്കും വാട്ട് ആർ ഇറ്റ്സ് പാർട്സ്? എന്താണ് അതിന്റെ പാർട്സ് എന്ന് മനു ചോദിക്കും. അപ്പൊ ഇൻസ്ട്രക്ടർ പറയും ഇറ്റ് ഹാസ് എ ബെഡ്, വർക്ക് ടേബിൾ, കോളം ആൻഡ് ക്രോസ് റെയിൽ. അപ്പൊ അതിനൊരു ബെഡ് ഉണ്ട്, ഒരു വർക്ക് ടേബിൾ ഉണ്ട്, കോളം ഉണ്ട്, ഒരു ക്രോസ് റെയിൽ ഉണ്ട്. മനു പറയും ഐ വുഡ് ലൈക്ക് ടു ഓപ്പറേറ്റ് ഇറ്റ്. അപ്പൊ ഇൻസ്ട്രക്ടർ പറയും യു ക്യാൻ ബട്ട് ബി കെയർഫുൾ വെൻ യു ഡു ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് അത് പറ്റും, പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്ന് ഇൻസ്ട്രക്ടർ പറയാണ്. സോ നമ്മുടെ ടാസ്ക് ഇതാണ്. നൗ ട്രൈ ടു കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ റിപ്പോർട്ടഡ് ബിലോ. അപ്പൊ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു കോൺവെർസേഷൻ റിപ്പോർട്ട് ചെയ്ത്, അതായത് ഇപ്പൊ നമുക്കൊരു കോൺവെർസേഷൻ ഇപ്പൊ നമ്മൾ വായിച്ചുള്ളൂ. ഈ ഒരു കോൺവെർസേഷൻ റിപ്പോർട്ട് ചെയ്ത ഒരു പാസേജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു കോൺവെർസേഷൻ ഫുള്ള് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു പാസേജ് ആണ്. അപ്പോൾ ഇതിന് ഇതിൽ കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, അത് നമ്മൾ ഫിൽ ചെയ്യണം. അതാണ് നമ്മുടെ ടാസ്ക്. ഇപ്പൊ മനു ആസ്ക്ഡ് ഹിസ് ഇൻസ്ട്രക്ടർ. ഇപ്പൊ മനു ഫസ്റ്റ് എന്താണ് എന്താ ചോദിക്കുന്നത്? വാട്ട് ഇസ് എ പ്ലാനർ മെഷീൻ എന്നാണ് മനു ചോദിക്കുന്നത്. അപ്പൊ മനു ആസ്ക്ഡ് ഹിസ് ഇൻസ്ട്രക്ടറിനോടാണ് ചോദിക്കുന്നത്. അപ്പൊ മനു ആസ്ക്ഡ് ഹിസ് ഇൻസ്ട്രക്ടർ എന്താണ്? ഇൻസ്ട്രക്ടർ what a planner machine was അല്ലേ? Manu asked his instructor what a planner machine was. is എന്നുള്ളത് was ആവും. Then his instructor replied dash. His instructor എന്താണ് ഇപ്പോൾ പറയുന്നത്? His instructor replied that it is a machine used to create flat surfaces out of heavy object. The instructor replied that it was a machine used to make flat surfaces out of heavy objects. Replied that. Okay. It was a machine used to make flat surfaces out of heavy objects. Then Manu wanted to know
അപ്പോൾ what its parts എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? Manu then wanted to know what its parts were. അപ്പോൾ what WH questions-ൽ WH തന്നെയാണ് connector ആയിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ Manu wanted to know what its parts were. What is അല്ല ഡാഷ് ലൈക്ക് എ ഷേപ്പറിനെ പറ്റിയിട്ടാണ് കേട്ടോ. സോറി അപ്പം ഷേപ്പറിനെ പറ്റിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ. ഇസ് ഇറ്റ് ലൈക്ക് എ ഷേപ്പർ? അപ്പൊ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. മനു ദെൻ ആസ്ക്ഡ് വെദർ ഇറ്റ് ഈസ് ലൈക്ക് എ ഷേപ്പർ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കാം. അപ്പൊ മനു ദെൻ wanted to know whether the machine was like a shaper, whether the planar machine was like a shaper. The instructor said that it is, but it is larger in size. Then Manu asked him what dash പിന്നെ അടുത്ത ചോദിക്കുന്നത് എന്താണ്? Manu asked him what are its parts. അപ്പോൾ what WH question ആയതുകൊണ്ട് തന്നെ കണക്ടർ WH ആണ്. What its parts were. R എന്നുള്ളത് where ആവും. അപ്പോൾ Manu then asked the instructor what its parts were, to which the instructor replied that instructor എന്താ reply ചെയ്തത്? Instructor replied that the planar machine has a bed, a work table, column and a cross rail. Instructor replied that Manu asked him what its parts were, to which the instructor replied that the machine had a bed, a work table, column and a cross rail. Manu said that he would like to operate it. The instructor told him that he could, but advised him to be careful when he operated it. You can എന്നുള്ളത് ഇവിടെ could ആയിട്ട് മാറും. He could, but he has to be careful when he operated it. Okay. Then again നമുക്ക് ഒരു കോൺവെർസേഷനും കൂടെ തന്നിട്ടുണ്ട്. അപ്പം മിക്കവാറും again ഒരു കോൺവെർസേഷനും കൂടെ തന്നിട്ടുണ്ട്. അപ്പം മിക്കവാറും എക്സാംസിന് ഇപ്പൊ ഇവിടെ ഒന്നും കൂടെ പറയണോ? ഈ ഒരു ഓപ്ഷൻസ് ഈ മിക്കവാറും എക്സാമിന് നമുക്ക് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ തന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യാനായിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ഒന്നും കൂടെ പറയാം. ഇപ്പൊ മനു asked his instructor what a planar machine was. പിന്നെ his instructor replied that it was a machine which was used to make flat surfaces out of heavy objects. Manu then wanted to know whether it is like a shaper. The instructor said that it was, but it is larger in size. Manu asked him what its parts were, to which the instructor replied that it had a work table, it had a bed, a work table, and so on. And Manu said that he would like to operate it. The instructor told him that he could, but advised him to be careful when he operated it. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കോൺവെർസേഷൻ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുന്നത്. അപ്പോൾ എഗെയിൻ നമുക്കൊരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് മിക്കവാറും ഇതേപോലെ ആയിരിക്കും വരുന്നത്. ഒരു കോൺവെർസേഷൻ തന്നിട്ട് ഈ ഒരു കോൺവെർസേഷൻ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടായിരിക്കും പറയുന്നത്. ഇപ്പോൾ ഒരു റിപ്പോർട്ടറും ജോസഫും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. ഇപ്പോൾ റിപ്പോർട്ടർ ചോദിക്കുകയാണ്, ഇസ് ഗ്രീൻ എനർജി പവർ കൺവേർട്ടർ ന്യൂ സിസ്റ്റം? ജോസഫ്, ഇറ്റ്സ് ആൻ ഇന്നോവേറ്റീവ് വൺ. Where does it get its energy power? Where does it get the energy to power it? Joseph, it accepts power simultaneously from different power sources. It then converts the power so that it can be used in the electrical grid system. For reporter, is there anyone else associated with this invention?
Joseph, my professor Juan Balda has helped me a lot. Reporter, congratulations on receiving the patent. Joseph, thank you. അപ്പോൾ അതാണ് നമ്മുടെ conversation. Now you have to report the conversation you read about electrical energy to your friend. അപ്പോൾ ഈ ഒരു conversation നമുക്ക് ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ എക്സസൈസ് ആണ്. അപ്പോൾ ഈ ഒരു ഇത് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ എപ്പോഴും കണക്ടേഴ്സ് ശ്രദ്ധിക്കണം. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സിലാണെങ്കിൽ കണക്ടേഴ്സ് എപ്പോഴും ദാറ്റ് ആയിരിക്കും. റിക്വസ്റ്റ്, അഡ്വൈസ്, സജഷൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ കണക്ടർ ടു ആയിരിക്കും. ഡു നോട്ട് എന്നുള്ളത് എപ്പോഴും നോട്ട് ടു ആയിട്ട് മാറും. WH ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വെൻ, വാട്ട്, വെയർ, വിച്ച് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിന്റെ കണക്ടർ എന്ന് പറയുന്നത് വെൻ, വാട്ട്, വൈ, വെയർ, വിച്ച്, ഹൗ എന്നൊക്കെ ആയിരിക്കും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ എപ്പോഴും റിപ്പോർട്ട് സ്പീച്ചിലെ കണക്ടേഴ്സ് ഇഫ് അല്ലെങ്കിൽ വെദർ ആയിരിക്കും. പിന്നെ പ്രോനൗൺസ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്? ഇപ്പൊ ഒരു സെന്റൻസിൽ ഐ ആണെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഹി അല്ലെങ്കിൽ ഷീ ആയിട്ട് മാറും. ഇപ്പൊ വി ആണ് നമുക്ക് തരുന്ന സെന്റൻസിലെങ്കിൽ അത് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ദേ ആക്കി മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. യു ആണെങ്കിൽ ഐ അല്ലെങ്കിൽ ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ വി അല്ലെങ്കിൽ ദേ ആയിട്ട് മാറും. ഓക്കെ. ദെൻ ടെൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും ബാക്ക് ഷിഫ്റ്റിംഗ് ഉണ്ടാവും അല്ലെ. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് എപ്പോഴും സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും. അതായത് ഇസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എന്ന് പറയുന്നത് എപ്പോഴും വാസ് അല്ലെങ്കിൽ വേർ ആയിട്ട് മാറും. ഇസ് അല്ലെങ്കിൽ ആം വാസ് ആയിട്ട് മാറും. ആർ എന്നുള്ളത് വേർ ആയിട്ട് മാറും. പ്രസന്റ് കണ്ടിന്യൂസിൽ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ് എപ്പോഴും പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. അതായത് ഇസ്, ആം, ആർ പ്ലസ് വേർബ് ing. ഇസ്, ആം, ആർ പ്ലസ് വേർബ് ing എന്നുള്ളത് വാസ്, വേർ പ്ലസ് ing ഫോം ആയിട്ട് മാറും. അതായത് ഇസ് എന്നുള്ളത് വാസ് ആയിട്ട് മാറും. ആർ എന്നുള്ളത് വേർ ആയിട്ട് മാറും. അപ്പൊ അതിന്റെ കൂടെ അത് അതിന്റെ ing ഫോമിലാണ് വരുന്നതെങ്കിൽ സെയിം തന്നെ വാസ് അല്ലെങ്കിൽ വേറിന്റെ കൂടെ അതിന്റെ ing ഫോമും കൂടെ വരും. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഹാഡ് ആയിട്ട് മാറും. പാസ്റ്റ് ടെൻസിലെ പാസ്റ്റ് ടെൻസിലുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. അതായത് സോ എന്നുള്ളത് ഹാഡ് സീൻ, ഡ്രൈവ് എന്നുള്ളത് ഹാഡ് ഡ്രിവൺ. അതായത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും. ദെൻ മോഡൽസ് ഇപ്പൊ വിൽ, ക്യാൻ, മേ, ഷാൽ എന്നുള്ളതൊക്കെ വുഡ്, കുഡ്, മൈറ്റ്, ഷുഡ് എന്നൊക്കെ ആയിട്ട് മാറും റിപ്പോർട്ട് സ്പീച്ചിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ. പിന്നെ നൗ എന്നുള്ളത് ദെൻ ആയിട്ട് മാറും. ഹിയർ എന്നുള്ളത് ദെയർ ആയിട്ട് മാറും. ദിസ് എന്നുള്ളത് ദാറ്റ് ആയിട്ട് മാറും. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആയിട്ട് മാറും. യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ ആയിട്ട് മാറും. പിന്നെ ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ വീക്ക്, മന്ത്, ഇയർ എന്നുള്ളത് ദ പ്രീവിയസ് ഡേ, വീക്ക്, മന്ത്, ഇയർ ആയിട്ട് മാറും. എഗോ എന്നുള്ളത് ബിഫോർ ആയിട്ട് മാറും. ടുമോറോ എന്നുള്ളത് ദി നെക്സ്റ്റ് ഡേ എന്നായിട്ട് മാറും. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഒരു സ്പീച്ച് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അതായത് കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമുക്ക് ഓൾറെഡി തന്നേക്കുന്ന ഒരു കാര്യം നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നേക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ എപ്പോഴും ദാറ്റ് ചേർക്കണം. ഇപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, അത് യെസ് അല്ലെങ്കിൽ നോ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ഫോംസ് ആണെങ്കിൽ അവിടെ ഇഫ് അല്ലെങ്കിൽ വെദർ ആണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഡു നോട്ട് എന്നുള്ളത് നോട്ട് ടു ആവും. WH ക്വസ്റ്റ്യൻസിൽ എപ്പോഴും WH തന്നെയാണ് കണക്ടർ ആയിട്ട് വരുന്നത്. പിന്നെ പ്രോനൗൺ ചേഞ്ച് ഐ എന്നുള്ള ഷീ ആവും, വി എന്നുള്ള ദേ ആവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് നമ്മുടെ ഈ ടെൻസ് ഷിഫ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ സിമ്പിൾ പ്രസന്റ് എങ്ങനെ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറും. അതായത് ഐ, ആം, ആർ എന്നുള്ളത് വാസ്, വേർ എങ്ങനെയാവും. ഹാസ് എന്നുള്ളത് ഹാഡ് എന്നാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടെ മനസ്സിൽ വെക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നൗ എന്നുള്ളത് ദെൻ ആവും, ഹിയർ എന്നുള്ളത് ദേർ ആവും, ദിസ് എന്നുള്ളത് ദാറ്റ് ആവും, ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആവും, യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ ആവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ
ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാണാതെ തന്നെ പഠിച്ചു വെക്കുക. അതായത് മാത്സിൽ നമ്മൾ ഫോർമുല പഠിക്കില്ലേ, അപ്പോൾ ആ ഫോർമുല പഠിക്കുന്ന പോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് എക്സാമിന് ഒരു സെന്റൻസ് കിട്ടുമ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ സെന്റൻസിൽ കൺവേർഷൻ വരുത്തിയിട്ടുണ്ടോ എന്ന് കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ കുറേ മിസ്റ്റേക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. റിപ്പോർട്ടഡ് സ്പീച്ചിലെ കുറേ ലെസൺസ് നമുക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് സ്കാൻ ചെയ്തിട്ട് ഇതൊന്ന് ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. ഓക്കെ, എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് നമുക്ക് പിന്നീട് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് എഗ്രീയിങ് ആൻഡ് ഡിസഗ്രീയിങ് ആണ് അല്ലേ. എപ്പോഴും ഇതും ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്, എഗ്രീയിങ് ഡിസഗ്രീയിങ്. അപ്പോൾ the peasants in the poem are quite superstitious. The father too is. അപ്പോൾ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നേക്കാണ്. പെസൻസ് പോയത്തില്, നമ്മുടെ നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ പോയത്തില് പെസൻസ് സൂപ്പർസ്റ്റിഷ്യൻസ് ആണ്, അവരുടെ അച്ഛനും അങ്ങനെ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഡു യു എഗ്രി ഓർ ഡിസഗ്രി? യൂസ് ദി സ്ട്രക്ചേഴ്സ് ഗിവൺ ബിലോ ടു ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പം നമ്മൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ ഡിസഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഐ എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഐ എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഐ അബ്സല്യൂട്ട്ലി ഡിസഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് റൈറ്റ് എന്ന് പറയാം, ഐ സപ്പോസ് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് റൈറ്റ് എന്ന് പറയാം. എഗ്രി ചെയ്യുകയാണെങ്കിൽ കേട്ടോ, എഗ്രി ചെയ്യുകയാണെങ്കിൽ ഐ എഗ്രി എന്ന് പറയാം, അല്ലെങ്കിൽ ഐ സപ്പോസ് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് റൈറ്റ് എന്ന് പറയാം, I think the statement is true എന്ന് പറയാം, you are absolutely right എന്ന് പറയാം, no doubt about that the statement is true എന്ന് പറയാം. അപ്പോൾ അതിനോട് യോജിക്കുന്നില്ലെങ്കിൽ absolutely not, I disagree with the statement എന്ന് പറയാം, I don't think the statement is right എന്ന് പറയാം, I am sorry but I can't agree with you എന്ന് പറയാം, I beg to differ എന്ന് പറയാം, നോട്ട് നെസസറിലി എന്ന് പറയാം. ഫുള്ളായിട്ട് നമ്മൾ എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ നോട്ട് നെസസറിലി എന്ന് പറയാം. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ ലുക്ക് അറ്റ് എ ഫ്യൂ മോർ സ്ട്രക്ചേഴ്സ് ആൻഡ് യൂസ് ദം ഇൻ എ കോൺവെർസേഷൻ വിത്ത് യുവർ ഫ്രണ്ട് ഓൺ ദ ബെസ്റ്റ് വേ ടു കോംപാറ്റ് ദ സ്പ്രെഡ് ഓഫ് COVID-19. യു മേ യൂസ് ആസ് മെനി ഇഫ് യു വാണ്ട് ഫ്രം ദി വൺസ് ഗിവൺ ബിലോ. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് COVID-19 ബെസ്റ്റ് വേ ടു കോംബാറ്റ് ദ സ്പ്രെഡ് ഓഫ് COVID-19 പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഈ കുറേ സ്റ്റേറ്റ്മെന്റ്സ് തന്നത് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ക്ലാസ്. ഓക്കെ, so that's it.